ഒരു പെൺകുട്ടി സ്വപ്നത്തിൽ കാണുന്ന ദുരൂഹത നിറഞ്ഞ പച്ച കണ്ണുള്ള മനുഷ്യൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നാലോ? അത്തരമൊരു കഥ പറയുന്ന റോസ്ലിൻ എന്ന മലയാളം വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ? ഈ വെബ് സീരീസിൽ മുഴുവൻ 6 എപ്പിസോഡുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 എപ്പിസോഡിന്റെ കഥയാണ് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ റോസ്ലിൻ എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവൾ ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച മുഖമൂടിയേക്ക് ധരിച്ച് ദുരൂഹത നിറഞ്ഞ ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യൻ അവളെ ആക്രമിക്കുവാനായിട്ട് വരുന്നുണ്ട്. അത് കണ്ട് പേടിച്ചവൾ നേരെ ചെല്ലുന്നത് അച്ഛനും അമ്മയുടെയും റൂമിനടുത്തേക്കാണ്. അച്ഛനെയും അമ്മയും അവൾ ഒരുപാട് വിളിക്കുന്നു. വേഗം എഴുന്നേൽക്ക്, ഇവിടെ ആരോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ബഹളം വയ്ക്കും. അച്ഛനും അമ്മയും ഉറക്കമുണരുന്ന സമയം തന്നെയായിരുന്നു ആ ഒരു മനുഷ്യൻ അവരെയും ആക്രമിക്കുവാനായി എത്തുന്നത്. സത്യത്തിൽ അത് റോസ്ലിന്റെ സ്വപ്നമായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് റോസ്ലിനും കുടുംബവും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എത്തുന്നതാണ്. റോസ്ലിന്റെ അമ്മയുടെ പേരാണ് ശോഭന. അച്ഛന്റെ പേര് ഡേവിഡ്. റോസ്ലിന് ഒരു സഹോദരനുണ്ട്, അലൻ. ബർത്ത്ഡേ ഫംഗ്ഷന് വന്നെങ്കിലും റോസ്ലിൻ ആരോടും മിണ്ടുന്നതേയില്ല. അവൾ എന്തോ ഒരു പ്രശ്നത്തിലാണെന്നുള്ളത് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. റോസ്ലിൻ ആണെങ്കിൽ അധികം ആരോടും മിണ്ടില്ലെങ്കിലും അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൂച്ചക്കുട്ടിയോട് മാത്രമാണ് സമയം ചിലവഴിക്കുന്നതും. എന്നാൽ റോസ്ലിൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ശോഭനയുടെ കൂട്ടുകാരി ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ശോഭന അതിന് പിന്നിലെ കാരണം തുറന്നു പറയുന്നത്. ശോഭനയ്ക്ക് മൂത്തൊരു മകനുണ്ടായിരുന്നു, അലക്സ്. അതായത് റോസ്ലിന്റെ ചേട്ടൻ. അലക്സും റോസ്ലിനും ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം റോസ്ലിൻ അറിയാതെ പുഴയിലേക്ക് വന്നു വീണു. അവളെ രക്ഷിക്കുവാനായിട്ട് പുഴയിലേക്ക് എടുത്ത് ചാടിയത് അലക്സ് ആയിരുന്നു. എന്നാൽ അതിൽ അലക്സ് മരണപ്പെട്ടു പോയി. റോസ്ലിനെ മാത്രമേ രക്ഷിക്കുവാനായും കഴിഞ്ഞുള്ളൂ. ആ ഒരു സങ്കടത്തിൽ നിന്നും നമ്മുടെ ഫാമിലിക്ക് മുഴുവനായിട്ടും കരകയറുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ അതിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് അലൻ എന്ന മകൻ ജനിച്ചത്. പക്ഷേ ഇന്നും റോസ്ലിൻ അതിൽ നിന്നും പുറത്തു വന്നിട്ടേയില്ല. തന്റെ ചേട്ടൻ മരിക്കാൻ കാരണം താനാണെന്നാണ് റോസ്ലിൻ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്നതും. ഈ ഒരു കാര്യമാണ് ശോഭന കൂട്ടുകാരിയോട് പറയുന്നതും. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നന്നായി കഴിയുന്നു. റോസ്ലിന്റെ അച്ഛനായിട്ടുള്ള ഡേവിഡ് എസ്റ്റേറ്റ് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വലിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റോസ്ലിൻ തന്റെ പൂച്ചക്കുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പൂച്ചക്കുട്ടിയാണെങ്കിൽ കാട്ടിലേക്ക് പോയി. പൂച്ചക്കുട്ടിയെ അന്വേഷിച്ച് റോസ്ലിനും പിന്നാലെ പോയി. പൂച്ചക്കുട്ടി അവിടെ കാണുന്നതേയില്ല. എന്നാൽ ആ ദുരൂഹത നിറഞ്ഞ ആ ഒരു മനുഷ്യനില്ലേ, മുഖംമൂടിയൊക്കെ ധരിച്ച ആ മനുഷ്യൻ അവൾക്കടുത്തേക്ക് വരുന്നു. അത് കണ്ട് അവൾ പേടിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണരും. ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള ഒരു സ്വപ്നമായിരുന്നു ഇപ്പോഴും അവൾ കണ്ടത്. അവൾക്ക് വല്ലാതെ പേടിയാകുവാനേയും തുടങ്ങി. ആ ഒരു മനുഷ്യൻ ആരാണെന്നുള്ള കാര്യം അവൾക്ക് അറിയാനേ കഴിയുന്നില്ല. റോസ്ലിൻ ആണെങ്കിൽ പലപ്പോഴായിട്ട് തന്റെ അച്ഛനോട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ അച്ഛൻ അവൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നതേയില്ല. അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോ ചിന്തകളും ടെൻഷനും ഒക്കെ കാരണമാ അവൾ ഫോൺ ചോദിക്കുന്നതും. നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ ഉപയോഗിച്ചോ എന്നും അമ്മയായ ശോഭന പറയും. എന്നാൽ റോസ്ലിനാണെങ്കിൽ അതിന് തയ്യാറാകുന്നതേയില്ല. എന്താ നീ വീണ്ടും പഴയതുപോലുള്ള സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മിണ്ടാതെയാണ് അവൾ കയറിപ്പോകുന്നതും. റോസ്ലിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനോട് അവൾ ഈ കാണുന്ന സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയും. മാത്രവുമല്ല, സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ആളിന് ഒരു പച്ച കണ്ണാണെന്നും റോസ്ലിൻ പറയുന്നു. നീ സ്വപ്നം കാണുന്നതെല്ലാം വെളുപ്പിനല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നമൊക്കെ ഫലിക്കാൻ ചാൻസ് ഉണ്ടെന്നും കൂട്ടുകാരി പറയും. അത് കേട്ടതും റോസ്ലിന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവൾ എല്ലാ തവണയും സ്വപ്നം കാണുന്നത് വെളുപ്പിനാണല്ലോ. അത് ഫലിക്കുമോ എന്ന ടെൻഷൻ റോസ്ലിനുണ്ട്. മാത്രമല്ല, കിടക്കുന്ന സമയമെല്ലാം അവളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെല്ലാം ഇതായിരുന്നു. കൂടാതെ അവളുടെ ചേട്ടൻ മരിച്ചു കിടക്കുന്നതുമൊക്കെ അവൾക്ക് ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സഹോദരനായിട്ടുള്ള അലനെയും കൊണ്ട് അച്ഛനും അമ്മയും ചെക്കപ്പിന് പോവുകയായിരുന്നു. ആ കുട്ടിക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കൂടെ റോസ്ലിനെയും കൂട്ടിക്കൊണ്ടു പോയി. അച്ഛനും അമ്മയും അലനെ കാണിക്കുവാനായിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കയറിയ സമയം റോസ്ലിൻ പുറത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവളെ ക്രോസ് ചെയ്ത് ഒരാൾ നടന്നു പോകുന്നു. അയാളെ കണ്ടതും റോസ്ലിൻ വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. കാരണം സ്വപ്നത്തിൽ കാണുന്ന ആൾക്ക് ഒരു പച്ച കണ്ണാണെന്നല്ലേ അവൾ പറഞ്ഞത്. അതേ പച്ച കണ്ണുള്ള ആളിനെയാണ് അവൾ കണ്ടതും. പേടിച്ചിരിക്കുന്ന സമയം തന്നെയായിരുന്നു റോസ്ലിനടുത്തേക്ക് അമ്മ വന്നിട്ട് അവളെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അവൾക്ക് ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി വീണ്ടും അവളുടെ ടെൻഷൻ കൂടി. അവൾ ഈ ഒരു കാര്യം കൂട്ടുകാരിയോട് പറയും. അങ്ങനെ കൂട്ടുകാരി റോസ്ലിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്.
പോകുന്ന വഴിയിലെല്ലാം ഓരോ കാര്യങ്ങൾ അവർ സംസാരിക്കും. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ പ്രായത്തിൽ കുഞ്ഞ് ജനിച്ചതില് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ, അതിനെന്തിനാ എനിക്ക് പ്രശ്നം? എന്റെ ചേട്ടൻ മരിച്ചതിൽ പിന്നെ 6 മാസത്തോളം അവർ ഡിപ്രഷനിലായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അവർ ഏകദേശം ഓക്കെ ആയി വന്നതും. എനിക്കും അതിൽ സന്തോഷമാ. എനിക്കും എന്റെ അനുജനെ ഒരുപാട് ഇഷ്ടമാണെന്നും റോസ്ലിൻ പറയുന്നു. കൂട്ടുകാരി അവളെയും കൊണ്ട് വന്നിരിക്കുന്നത് കൂട്ടുകാരിയുടെ അങ്കിളിന്റെ വീട്ടിലേക്കാണ്. അങ്കിളാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റാ. അങ്കിളിനോട് റോസ്ലിൻ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. മറ്റൊരു വശത്ത് ശോഭന എത്തിയിരിക്കുന്നത് പള്ളിയിലേക്കും. ശോഭന പള്ളിക്കകത്തേക്ക് കടക്കുന്ന സമയമായിരുന്നു ഒരു സ്ത്രീ വെപ്രാളപ്പെട്ട് വരുന്നത്. അവരുടെ കയ്യിൽ നിന്നും സാധനങ്ങളൊക്കെ തറയിൽ വീഴുന്നു. ശോഭനയും കൂടിയാണ് എടുത്തു കൊടുക്കുവാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ അവർ പെട്ടെന്ന് എടുത്തുകൊണ്ട് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഫാദറിന്റെ അടുത്തേക്ക് എത്തിയ ശോഭന അത് ആരാണെന്ന് തിരക്കും. എന്നാൽ ഫാദർ പറയുന്നത് ആ സ്ത്രീ മുൻപ് ഇവിടുത്തെ കന്യാസ്ത്രീയായിരുന്നു. എന്നാൽ അവർക്ക് കന്യാസ്ത്രീയായി ജീവിക്കുവാനായിട്ടുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ല. കാരണം അവർ പ്രണയത്തിലേക്ക് കടന്നു. എന്നാൽ അവർ കന്യാസ്ത്രീ വേഷമൊക്കെ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ജീവിക്കുവാനായി തുടങ്ങിയതിനു ശേഷം ദേ ഇപ്പോൾ ഭർത്താവിനെ കാണാനില്ല എന്ന് പറയുന്നു. ആ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണെന്നും ഫാദർ പറയുന്നു. അങ്ങനെ ശോഭനയാണെങ്കിൽ താൻ വന്നതിന്റെ കാര്യം ഫാദറിനോട് പറയുക. ഞങ്ങൾ എല്ലാവരും ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു വന്നു. പക്ഷേ ഇതുവരെയും റോസ്ലിൻ അതിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഫാദറിനോട് ശോഭന ചോദിക്കുമ്പോൾ, നീ സത്യത്തിൽ അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടോ? അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കേ, അവളെ സമാധാനിപ്പിക്കേ. അപ്പോൾ ഇതെല്ലാം മാറുമെന്നും ഫാദർ ഉപദേശിക്കും. മറ്റൊരു വശത്ത് റോസ്ലിൻ ആണെങ്കിലോ കൂട്ടുകാരിയുടെ അങ്കിളിനോട് താൻ കാണുന്ന സ്വപ്നത്തെ പറ്റിയും ചേട്ടന്റെ മരണത്തിനെ പറ്റിയും ഒക്കെ തുറന്നു പറയുകയാണ്. എന്നാൽ ആ ഒരു തെറാപ്പിസ്റ്റ് പറയുന്നത് സ്വപ്നം കാണുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷേ ആ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കണമെന്നൊന്നുമില്ല. നിന്റെ മനസ്സിലുള്ള കുറ്റബോധമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണിക്കുന്നത്. അതിന് നീ ആദ്യം ഒരു കാര്യം ചെയ്യണം. നിന്റെ അച്ഛനോടും അമ്മയോടും നീ മനസ്സ് തുറന്ന് സംസാരിക്കണം. അപ്പോൾ ഈ പ്രശ്നമെല്ലാം തീരുമെന്നും തെറാപ്പിസ്റ്റും ഉപദേശിക്കുന്നു. എന്നിട്ട് ഉറക്കമില്ല എന്നവൾ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് ഉറങ്ങുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുളികകളും കൊടുക്കുന്നു. അതെല്ലാം വാങ്ങിക്കൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് റോസ്ലിൻ തന്റെ വീട്ടിലേക്ക് പോകുന്നതും. അതുപോലെ തന്നെ മകളോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന രീതിയിലാണ് ശോഭനയും വീട്ടിലേക്ക് വരുന്നത്. എല്ലാ തവണയും റോസ്ലിൻ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വന്നാൽ അച്ഛനോടോ അമ്മയോടോ സഹോദരനോടോ അങ്ങനെയൊന്നും മിണ്ടത്തേയില്ല. എന്നാൽ ഇത്തവണ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയാണ് റോസ്ലിൻ വീട്ടിലേക്ക് വരുന്നത്. അച്ഛനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു, തന്റെ സഹോദരനെ എടുത്ത് കൊഞ്ചിക്കുന്നു, അമ്മയോട് പോയി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. അതുപോലെ തന്നെ ശോഭന തന്റെ മകൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. അവർ മനസ്സ് തുറന്ന് സംസാരിക്കുക. മാത്രമല്ല റോസ്ലിൻ അവർ ഒരു സർപ്രൈസും കൊടുക്കുകയാണ്. റോസ്ലിന്റെ ബർത്ത്ഡേ വരാൻ പോവുക. ആ ബർത്ത്ഡേ അവർ ആഘോഷിക്കുവാനായി തീരുമാനിച്ചിരിക്കുക. മാത്രമല്ല റോസ്ലിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് ആ ബർത്ത്ഡേ ദിവസം അവൾ ആഗ്രഹിച്ച ഫോണും വാങ്ങി നൽകും. മാത്രമല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോടും അമ്മയോടും അവൾക്ക് സ്വന്തമായി സ്കൂട്ടി വേണമെന്നും പറഞ്ഞിരുന്നു. ആ വണ്ടിയും എടുത്തു കൊടുക്കാമെന്നും അച്ഛനും അമ്മയും അവൾക്ക് വാക്ക് കൊടുക്കുകയാ. റോസ്ലിൻ ഒരുപാട് സന്തോഷമായി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അച്ഛൻ ഒരു കാര്യം കൂടി പറയുന്നത്. ഇവരിടയ്ക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? അപ്പോൾ ശോഭനയുടെ അടുത്ത് ഒരു സ്ത്രീ വന്ന് സംസാരിച്ചല്ലോ. അവരുടെ ബന്ധുവായിട്ടുള്ള ജെറി എന്ന പയ്യൻ പ്രോജക്റ്റ് സംബന്ധമായിട്ട് ഈ റോസ്ലിന്റെ നാട്ടിലേക്ക് വരിക. അവന് വേണ്ടിയിട്ട് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് റോസ്ലിന്റെ വീട്ടിലും. ആ ഒരു കാര്യം അച്ഛനാണെങ്കിൽ റോസ്ലിനോട് പറയും. ജെറി വരുന്ന സമയത്ത് ചിലപ്പോൾ നിന്റെ സഹോദരന്റെ റൂമിലായിരിക്കും അവൻ താമസിക്കുകയെന്ന് അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ റോസ്ലിന് അത് അത്ര ഇഷ്ടമാകുന്നതേയില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അതിന് സമ്മതിച്ചതും. തന്റെ സഹോദരന്റെ മുറി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ റോസ്ലിന് വല്ലാത്ത സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റോസ്ലിന്റെ സ്വപ്നത്തിൽ അലക്സും വന്ന് പോകാറുണ്ട്. അലക്സിനെയും നമ്മളെ കാണിക്കുകയാ. അങ്ങനെ അടുത്ത ദിവസം ഉറക്കമുണരുകയാണ് റോസ്ലിൻ. വേഗം എഴുന്നേറ്റ് വാ, ദേ ജെറി വന്ന് നിൽക്കുന്നുവെന്നും ശോഭന പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ റോസ്ലിൻ ഉറക്കമുണർന്ന് നേരെ ജെറിയെ കാണുവാനായും എത്തും. ജെറിയെ കണ്ടതും റോസ്ലിൻ ഷോക്കായി പോകുന്നു. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കാരണം എന്തെന്നാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ ഒരാളിനെ കാണുമല്ലോ, ഒരു ദുരൂഹത നിറഞ്ഞ പച്ച കണ്ണുള്ള മനുഷ്യൻ. അതേപോലെയായിരുന്നു ജെറിയെ കാണാൻ. അതായത് അവന് പച്ച കണ്ണുണ്ട്. അവനെ കണ്ടതും ഇതായിരിക്കുമോ താൻ സ്വപ്നത്തിൽ കാണുന്ന ആളെന്ന ചിന്ത റോസ്ലിനുണ്ടായി. പേടിച്ചവൾ ബോധം കെട്ട് വീഴുകയാ. മകൾ എന്താ ഇങ്ങനെ ബോധം കെട്ട് വീണതെന്ന് അച്ഛനും അമ്മയും ചിന്തിക്കുന്നുമുണ്ട്. അവളെ വെള്ളം തളിച്ച് ഉണർത്തുന്ന സമയത്ത് അവൾ പറഞ്ഞത് നന്നായിട്ട് ആഹാരം കഴിക്കാത്തത് കൊണ്ടാ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കുന്നു. ജെറിക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന അലക്സിന്റെ മുറി റോസ്ലിന്റെ മുറിക്ക്
ഓപ്പോസിറ്റ് ആണ്. ജെറി വന്നിരിക്കുന്നത് റിസർച്ചിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ജെറിയും കൂട്ടി റിസർച്ച് സെന്ററിലേക്ക് പോയത് ഡേവിഡ് ആയിരുന്നു. അവർ പോയ അതേ സമയം തന്നെയായിരുന്നു റോസ്ലിൻ ശോഭനയ്ക്കടുത്തേക്ക് എത്തിയിട്ട് താൻ കാണുന്ന സ്വപ്നത്തിലെ ആ ദുരൂഹ മനുഷ്യനില്ലേ, നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾ, അത് ജെറിയെ പോലെയാണ് ഇരിക്കുന്നതെന്നും റോസ്ലിൻ പറയുന്നു. എന്നാൽ അത് കേട്ട് ശോഭന ചോദിക്കുന്നത്, അല്ല, നീ പറഞ്ഞിരുന്നത് ആളിന്റെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല എന്നല്ലേ, പിന്നീട് എങ്ങനെയാ അത് ജെറിയാണെന്ന് നിനക്ക് മനസ്സിലായെന്നുമൊക്കെ ശോഭന ചോദിക്കുമ്പോൾ, ആ ആളിനും പച്ച കണ്ണുണ്ട്, ജെറിക്കും പച്ച കണ്ണുണ്ട്, ജെറിയാണ് ആ മനുഷ്യനെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും റോസ്ലിൻ പറയുന്നു. അതിന് ശോഭന പറയുന്നത്, നീ പല പുസ്തകങ്ങളുമൊക്കെ വായിച്ചല്ലേ ഉറങ്ങുവാനായി കിടക്കുന്നത്, അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെ തോന്നുന്നെന്നും പറഞ്ഞ് റോസ്ലിനെ സമാധാനിപ്പിക്കുവാനായും ശ്രമിക്കുന്നു. പക്ഷേ റോസ്ലിന്റെ മനസ്സിൽ പേടി ഇതുവരെയും മാറിയിട്ടേയില്ല. മറ്റൊരു വശത്ത് ഡേവിഡിനൊപ്പം സന്തോഷത്തോടു കൂടി കാറിൽ പോവുകയായിരുന്നു ജെറി. റിസർച്ച് സംബന്ധിച്ച് താനൊരു 3 ആഴ്ച വരെ ഇവിടെ കാണുമെന്നും സ്മോക്ക് ചെയ്യുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ സ്മോക്ക് ചെയ്തോട്ടെ എന്നും ഡേവിഡിനോട് അനുവാദം ചോദിക്കുന്നു. ഞാൻ എന്റെ ഭാര്യയുമായി ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്നാണ് ഡേവിഡ് പറയുന്നതും. അങ്ങനെ ഡേവിഡ് ആണെങ്കിൽ ജെറിയെ റിസർച്ച് സെന്ററിലാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ജെറി ഇന്ന് ലേറ്റായി വരുമെന്നാണ് ഡേവിഡിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡേവിഡും ഫാമിലിയും പ്രെയറൊക്കെ കഴിഞ്ഞ് ആഹാരം കഴിച്ച് ഉറങ്ങുവാനായി കിടന്നു. അതേസമയം റൂമിലായിരുന്ന റോസ്ലിനാണെങ്കിൽ ജെറി വരുന്നത് മനസ്സിലായി. ജെറിയുടെ റൂമിന്റെ ജനലിൽ നിന്നും ജെറിയുടെ നിഴലൊക്കെ കാണുന്നുണ്ട്. റോസ്ലിൻ അങ്ങനെ ഉറങ്ങുവാനായും കിടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി ഇരിക്കുക. ജെറിയും കഴിക്കുവാനായി എത്തുന്നുണ്ട്. ഇന്നലെ എപ്പോൾ എത്തിയെന്നുള്ള കാര്യം ഡേവിഡ് ചോദിക്കുമ്പോൾ, ഞാനൊരു 8:30-9 മണിയായി എന്നും ജെറി പറയുന്നു. അല്ല, 7-7:30 മണി സമയത്ത് നിങ്ങളുടെ റൂമിന്റെ ജനലിൽ ഞാൻ നിങ്ങളുടെ നിഴൽ കണ്ടല്ലോ എന്നും റോസ്ലിൻ പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം, ഞാൻ സമയമൊന്നും നോക്കിയില്ല, 8:30 മണിയായി കാണുമെന്നാ ഞാൻ കരുതിയത്, അതാ അങ്ങനെ പറഞ്ഞതെന്നും ജെറി പറയുന്നു. ജെറിയുടെ സംസാരത്തിൽ നിന്നുമൊക്കെ എന്തൊക്കെയോ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല റോസ്ലിനെ വല്ലാതെ രൂക്ഷമായിട്ടാണ് ജെറി നോക്കുന്നത് പോലും. അതേ സമയമായിരുന്നു വീട്ടിൽ പുതുതായിട്ട് വാങ്ങിയ പശുവിനാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാകുന്നത്. മദം പൊട്ടിയതുപോലെ തന്നെ അത് അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുക. അത് മനസ്സിലാക്കി ഡേവിഡും ഫാമിലിയും പുറത്തേക്ക് വരുന്നു. പക്ഷേ ജെറി മാത്രം വരുന്നതേയില്ല. പശുവിനെ എങ്ങനെ അടക്കുമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഡേവിഡ്. എന്നാൽ അതേസമയം ജെറിയാണെങ്കിൽ ടേബിളിൽ നിന്നും എഴുന്നേറ്റ് അവിടമാകെ എന്തോ അന്വേഷിക്കുക, എന്തോ വസ്തു അന്വേഷിക്കുകയാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പക്ഷെ റോസ്ലിൻ അത് ശ്രദ്ധിക്കുന്നു. എല്ലാവരും പുറത്തു വന്നിട്ടും ജെറി എന്താ പുറത്തു വരാത്തെന്ന സംശയം റോസ്ലിനുണ്ടായി. അതേസമയം അവർ അകത്തേക്ക് വരുമ്പോൾ ജെറി അവിടെ എന്തോ അന്വേഷിക്കുക. എന്താ, എന്തു പറ്റിയെന്നവർ ചോദിക്കുമ്പോൾ, ഞാൻ കിച്ചൺ അന്വേഷിക്കുകയാണെന്നാണ് ജെറി കള്ളം പറഞ്ഞതും. അവരെല്ലാവരും അത് വിശ്വസിക്കുമെങ്കിലും റോസ്ലിൻ അത് കള്ളമാണെന്ന് മനസ്സിലായി. റോസ്ലിൻ ഉടനെ തന്നെ തന്റെ കൂട്ടുകാരിയോട് വിളിച്ച് ജെറിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. താൻ സ്വപ്നത്തിൽ കാണുന്ന ആ ദുരൂഹ മനുഷ്യൻ ജെറിയാണ്, ജെറിക്ക് പച്ച കണ്ണാണെന്നുമൊക്കെ കൂട്ടുകാരിയോട് പറയുമ്പോൾ, നിന്റെ അച്ഛനൊപ്പം വന്ന് കണ്ട ആ ഒരാളല്ലേ ജെറി, അയാളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, നല്ല ഹാൻസം ആയിട്ടുള്ള ആളാണെന്നുള്ള കാര്യവും കൂട്ടുകാരി പറയുന്നു. അന്നേ ദിവസം രാത്രി റോസ്ലിൻ ഉറങ്ങുവാനായി കിടക്കുകയാ. എന്നാൽ ജെറിയാണെങ്കിൽ കുറെ നേരം കഴിഞ്ഞതും റൂം വിട്ട് പുറത്തേക്ക് വരുന്നു. എവിടെയൊക്കെയോ നടന്നു പോകുന്നതായിട്ടും റോസ്ലിൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അടുത്ത ദിവസം കൂട്ടുകാരിയെ കാണുവാനായി വരുമ്പോൾ കൂട്ടുകാരിയോട് പറയുന്നുമുണ്ട്. മാത്രമല്ല കൂട്ടുകാരിക്ക് കാറുള്ളത് കൊണ്ട് തന്നെ താനൊന്ന് കാർ ഓടിച്ചു നോക്കട്ടെ എന്നും റോസ്ലിൻ പറയും. പക്ഷേ റോസ്ലിൻ അധികം കാർ ഓടിക്കുവാനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ കൂട്ടുകാരി അധികം അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ അവൾക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നത് കൊണ്ട് കൂട്ടുകാരി തന്നെ സൈക്കിൾ ചവിട്ടാൻ ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. അതേസമയം കൂട്ടുകാരിക്കും നന്നായിട്ട് സൈക്കിൾ ചവിട്ടുവാനേ അറിയത്തില്ല. ഞാൻ ചവിട്ടി കാണിക്കാമെന്ന് പറഞ്ഞ് റോസ്ലിൻ സൈക്കിൾ എടുത്ത് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു കൂട്ടുകാരി ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ട്, ദേ ദേ ജെറി എന്ന് പറയും. അത് കേട്ടതും റോസ്ലിൻ സൈക്കിളിൽ നിന്ന് വീഴുകയാണ്. സത്യത്തിൽ അവൾ ചുമ്മാ റോസ്ലിനെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാ. ആ ഒരു വീഴ്ചയിൽ റോസ്ലിന്റെ കൈയും ചെറുതായിട്ടൊന്ന് മുറിയും. മുറിവിലൊക്കെ മരുന്ന് വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ഈ ചെറിയ രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് റോസ്ലിൻ പറയുമ്പോൾ കൂട്ടുകാരി പറയുന്നത്, ഒരു കാര്യം ചെയ്, അയാൾ എവിടെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇന്ന് നീ രാത്രി അലാറം വെച്ചുണര്, അയാൾ എവിടെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നും കൂട്ടുകാരി പറയുന്നു. അങ്ങനെ റോസ്ലിൻ അലാറമൊക്കെ വെച്ച് ഉറങ്ങുവാനായി കിടക്കുകയാ. കൃത്യസമയത്ത് റോസ്ലിൻ എഴുന്നേൽക്കും. അപ്പോഴേക്കും ജെറി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല റോസ്ലിൻ ഉറങ്ങിയോ എന്ന് റോസ്ലിന്റെ റൂം വഴി നോക്കി ചെക്ക് ചെയ്യുന്നുമുണ്ട്. റോസ്ലിനാണെങ്കിൽ ഉറങ്ങിയതുപോലെ അഭിനയിക്കും. ജെറി പോകുന്നതിന്റെ പിന്നാലെ തന്നെ റോസ്ലിനും ശബ്ദമുണ്ടാക്കാതെ പോവുക. ജെറി ഇറങ്ങി ചെല്ലുന്നത് റോസ്ലിന്റെ അച്ഛന്റെയും അമ്മയുടെയും റൂമിന് മുന്നിലേക്കും. എന്തിനായിരിക്കാം അയാൾ അവിടേക്ക് ചെന്ന് നിൽക്കുന്നതെന്ന് റോസ്ലിൻ ചിന്തിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ജെറിയെ കാണുന്നില്ല. ജെറി എവിടെയെന്ന് അവൾ അവിടമാകെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു പിന്നിലൂടെ വന്ന ജെറി അവളെ അറ്റാക്ക് ചെയ്യുന്നതും. സത്യത്തിൽ അത് റോസ്ലിന്റെ സ്വപ്നമായിരുന്നു. റോസ്ലിൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. അയ്യോ, സ്വപ്നമായിരുന്നു എന്നും അവൾ സമാധാനിക്കും.
ഉറക്കമുണരുന്ന സമയത്താണ് തന്റെ പൂച്ചക്കുട്ടിയെ കാണാനില്ല എന്ന കാര്യം റോസ്ലിന് മനസ്സിലായതും. റോസ്ലിൻ പൂച്ചക്കുട്ടിയെ അവിടെ ആകെ അന്വേഷിക്കുന്നു. എപ്പോഴും റോസ്ലിന് പിന്നാലെ നടക്കുന്ന പൂച്ചക്കുട്ടിയാ. പക്ഷേ അതിനെ കാണുന്നില്ലല്ലോ. അവൾ അവിടെ മാകെ നോക്കുന്ന സമയത്ത് ഇനി ജെറിയുടെ റൂമിൽ വല്ലതും ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് റൂമിനടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ റൂം ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ ആകെ ടെൻഷൻ. അടുത്ത ദിവസം രാവിലെ ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയത്തും തന്റെ പൂച്ചക്കുട്ടിയെ കാണുന്നില്ല എന്നും താൻ അവിടെ മാകെ അന്വേഷിച്ചുവെന്നും റോസ്ലിൻ പറയുന്നു. അപ്പോൾ ദേ ജെറി റോസ്ലിന്റെ പൂച്ചക്കുട്ടിയും കൊണ്ട് വരികയാ. ഇതെവിടെയായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ജെറി പറയുന്നു. അല്ല, ഇന്നലെ രാത്രി ഞാൻ റൂമിൽ വന്ന് നോക്കിയല്ലോ, അപ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ, പിന്നെ അവൻ എങ്ങനെ കയറിയെന്നും റോസ്ലിൻ ചോദിക്കും. റോസ്ലിന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു ജെറി. അതേ സമയത്തായിരുന്നു ജെറിയുടെ കയ്യിൽ നിന്നും പൂച്ചക്കുട്ടി താഴേക്ക് ചാടി ജനല് വഴി പുറത്തേക്ക് പോകുന്നത്. ജനല് വഴിയായിരിക്കാം കയറിയിട്ടുണ്ടാവുക എന്നും ജെറി പറയും. ജെറി പറയുന്നതൊക്കെ റോസ്ലിന്റെ അച്ഛനും അമ്മയും ഒക്കെ വിശ്വസിക്കും. എന്നാൽ റോസ്ലിന് നല്ല സംശയമുണ്ട്. അന്നേ ദിവസം രാത്രി കറണ്ടില്ലായിരുന്നു. റോസ്ലിനും അച്ഛനും അമ്മയും ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലും. പക്ഷെ ജെറിയാണെങ്കിൽ കറണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ഉറങ്ങുവാനായിട്ട് നേരത്തെ റൂമിലേക്ക് പോകും. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാണെന്നും ഡേവിഡ് പറയുന്നുമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റോസ്ലിൻ തന്റെ റൂമിലേക്ക് വരികയാ. ജെറി പറഞ്ഞിരുന്നത് തനിക്ക് ഉറക്കം വരുന്നത് കൊണ്ട് റൂമിലേക്ക് നേരത്തെ പോകുന്നെന്നല്ലേ. പക്ഷെ അപ്പോഴും ഉറങ്ങാതെ തന്നെ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ജെറി. ജെറിയുടെ ഈ പ്രവൃത്തികളെല്ലാം റോസ്ലിന് നല്ല സംശയമായിരുന്നു. അടുത്ത ദിവസം രാവിലെ റോസ്ലിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ വേറെ ആരുമില്ല. എന്നാൽ ജെറിയാണെങ്കിൽ അവിടേക്ക് വരികയും അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുകയും ചെയ്തു. മാത്രമല്ല ജെറി വല്ലാത്ത രീതിയിൽ അവളെ നോക്കുകയും അവിടുത്തെ ടേബിളിൽ തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റോസ്ലിൻ ആണെങ്കിലോ പേടി കൂടിക്കൂടി വരികയാ. അതേ സമയമായിരുന്നു ഡേവിഡും ശോഭനയും അവിടേക്ക് വരുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ചിലേക്ക് പോവുകയാണെന്നും ഡേവിഡ് പറയുന്നു. ആണോ, എങ്കിൽ ഞാനും വരുന്നുവെന്നും ജെറി പറയും. അങ്ങനെ ജെറിയും കൂട്ടി ഡേവിഡും ശോഭനയും തന്റെ മകനെ റോസ്ലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നതും. റോസ്ലിനാണെങ്കിൽ തന്റെ അനുജനൊപ്പം വീട്ടിലൊറ്റയ്ക്കിരുന്ന റോസ്ലിനാണെങ്കിൽ ഇനി എപ്പോഴാണ് ജെറി തിരികെ പോകുന്നതെന്നൊക്കെ കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നുമുണ്ട്. പള്ളിയിലെത്തിയ ജെറിയെ പള്ളിയിലച്ഛൻ അവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവരുടെ ബന്ധുവാണെന്നാണ്. പള്ളിയിൽ നിന്നും വീട്ടിലേക്കെത്തിയ ജെറി വീടിനുള്ളിലേക്ക് കയറാതെ അവരുടെ എസ്റ്റേറ്റ് മുഴുവൻ കറങ്ങി നടന്ന് കാണുന്നു. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ജെറി ഡേവിഡുമായിട്ടും ശോഭനയുമായിട്ടും കൂടുതൽ അടുക്കുകയാണ്. ഒരു ഫാമിലിയുള്ള ആളിനെ പോലെ തന്നെയാണ് അവരുടെ സംസാരവും ഒക്കെ. ഇതൊന്നും റോസ്ലിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എന്ന് ജെറി പോകുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണല്ലോ റോസ്ലിൻ. മാത്രമല്ല അച്ഛനൊപ്പം ഇരുന്ന് അവൻ ഡ്രിങ്ക്സ് കഴിക്കുവാനൊക്കെ തുടങ്ങി. അതൊന്നും റോസ്ലിന് ഇഷ്ടമാകുന്നില്ല. എന്നാൽ ജെറിയുടെ കയ്യിൽ ഒരു കൊതുക് വന്നിരുന്ന സമയത്ത് നീ എന്റെ കയ്യിൽ പെട്ടുപോയല്ലോ എന്ന രീതിയിലാണ് ആ കൊതുകിനെ ജെറി അടിച്ചു കൊല്ലുന്നതും. ഇവരൊരു സൈക്കോയാണല്ലോ എന്നൊക്കെ റോസ്ലിൻ ചിന്തിക്കും. അടുത്ത ദിവസം തന്നെയായിരുന്നു അവിടുത്തെ മുയൽ ചത്തുപോകുന്നത്. അത് കാണുന്ന എല്ലാവർക്കും വല്ലാത്ത ടെൻഷൻ. ഇതെന്ത് പറ്റി, ഇതെങ്ങനെ ചത്തുപോയി എന്നൊക്കെ അവർ ചിന്തിച്ചു നിൽക്കും. എന്നാൽ അവിടെ നിൽക്കുന്ന ജോലിക്കാരനാണെങ്കിൽ ജെറിയാണ് രൂക്ഷമായി നോക്കുന്നത്. മാത്രമല്ല ശോഭനയ്ക്കൊപ്പം സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് അവൾക്കൊപ്പം പോകുന്നത് ജെറിയായിരുന്നു. എന്നാൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുവാനായിട്ട് ഇരിക്കുന്നത് പള്ളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീ വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോയല്ലോ അവർ തന്നെയായിരുന്നു. എന്നാൽ അവർ ജെറിയെ കാണുമ്പോൾ ജെറിയെ വല്ലാതെ രൂക്ഷമായി നോക്കുന്നു. അതുപോലെ തന്നെ ജെറിയും അവരെ നോക്കുകയാണ്. അത് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ജെറിയെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു വീക്കെൻഡിൽ ശോഭനയ്ക്കൊപ്പവും ഡേവിഡിനൊപ്പം ചർച്ചിൽ പോയിട്ട് വരികയായിരുന്നു ജെറി. അപ്പോൾ ഒരാളാണെങ്കിൽ എടാ ജോമോനെ സുഖം തന്നെയെന്ന് ചോദിച്ചുകൊണ്ട് ജെറിക്ക് അടുത്തേക്ക് വരുന്നു. ശോഭന അത് ശ്രദ്ധിക്കുന്നുണ്ട്. ജെറി എന്നല്ലേ അവരോട് പേര് പറഞ്ഞത്. എന്നാൽ കാണുന്നവരൊക്കെ ജോമോനെ എന്ന് വിളിക്കുന്നത് എന്തെന്നൊരു സംശയം ശോഭനയ്ക്കുണ്ടാകും. ശോഭന അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ റോസ്ലിൻ എന്ന് ജെറി വീട്ടിൽ നിന്ന് പോകുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി ജെറി ഒരുപാട് ലേറ്റായാണ് വീട്ടിലേക്ക് എത്തിയത്. വരുന്ന സമയത്ത് ജെറിയുടെ കയ്യിൽ ഒരുപാട് ഫുഡും ഉണ്ടായിരുന്നു. താനൊരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയതാണെന്നും അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊണ്ടുവന്നതാണെന്നുമാണ് ജെറി പറയുന്നത്. പക്ഷേ റോസ്ലിന് അതില് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. മാത്രമല്ല താൻ കഴിച്ചുവെന്നും തനിക്ക് ഫുഡ് വേണ്ട എന്നും പ്രത്യേകം ജെറി പറയുന്നുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുവാനായിട്ട് ജെറി പോവുകയാണ്. ജെറി കൊണ്ടുവന്നതിൽ റോസ്ലിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായിരുന്നു. അത് അമ്മ അവൾക്ക് വേണ്ടിയിട്ട് വിളമ്പി വെക്കുകയാ. എന്നാൽ ജെറി ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നത് കണ്ട് ഡേവിഡും പിന്നാലെ പോകുവാനായി ഒരുങ്ങും. അച്ഛൻ ഈ ഇടയായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൂടുകയാണെന്ന് റോസ്ലിൻ പറയുന്നു. അത് ജെറിക്ക് ഞാൻ കമ്പനി കൊടുക്കുകയല്ലേ എന്നാണ് ഡേവിഡ് മറുപടി പറഞ്ഞത്. എന്നിട്ട് ശോഭനയോട് അനുവാദം ചോദിക്കുക. മനസ്സില്ലാ മനസ്സോടെ ശോഭന അനുവാദം കൊടുക്കും. പക്ഷെ അത് റോസ്ലിന് ഇഷ്ടമായില്ല. ആ ഒരു ദേഷ്യത്തിൽ ആഹാരം കഴിക്കാതെ അവൾ റൂമിലേക്ക് വരുന്നു. എന്നാൽ അവൾക്ക് പിന്നാലെ ശോഭനയും എത്തുന്നുണ്ട്. ആഹാരത്തിനോട് നീ ഇങ്ങനെ ദേഷ്യമൊന്നും കാണിക്കരുത്. നിനക്ക് ഫോൺ വേണോ? ദേ ഇന്നേ ദിവസം മുഴുവൻ നീ ഫോൺ കയ്യിൽ വെച്ചു എന്നും ശോഭന റോസ്ലിനോട് പറയുന്നു. അങ്ങനെയാണ് റോസ്ലിൻ അമ്മ കൊണ്ടുവന്ന ആഹാരം കഴിച്ചതും എന്നിട്ട് ആ ഒരു ഫോണും ഉപയോഗിച്ച് കിടക്കുവാനായി ഒരുങ്ങുന്നതും. അവൾ കുറേ നേരം ഫോണും കളിച്ചിരിക്കുന്നു.
അതേ സമയം തന്നെയായിരുന്നു രാത്രി ഒരുപാടായപ്പോൾ ജെറി തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജെറി വരുന്നത് തന്റെ റൂമിനെ ലക്ഷ്യമാക്കിയെന്ന് മനസ്സിലാക്കിയ റോസ്ലിനാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നു. അതും ബുക്ക് വായിച്ചിട്ട് ഉറങ്ങുന്നത് പോലെ തന്നെ ബുക്ക് കമിഴ്ത്തി വെച്ചിട്ടാണ് അവൾ കിടക്കുന്നത്. റോസ്ലിന്റെ റൂം തുറന്ന് അവൻ അകത്തേക്ക് കടക്കും. ഇവന്റെ കൈവശം എങ്ങനെ റൂമിന്റെ ചാവി കിട്ടി എന്നതായിരുന്നു റോസ്ലിന്റെ ചിന്തയും. അവൾ കണ്ണുമടച്ച് കിടക്കുകയാ. ജെറി അവൾക്ക് അടുത്തേക്ക് വരും. എന്നിട്ട് അവൾ വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് എടുത്ത് അവിടെ നേരെ വെച്ചിട്ട് അവൾ നല്ല ഉറക്കമാണല്ലോ എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇയാൾ എന്തിനാ എന്റെ റൂമിലേക്ക് വന്നത്? ഇയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ടെന്നൊക്കെ റോസ്ലിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ജെറിയെ ഫോളോ ചെയ്യുവാനായിട്ടും റോസ്ലിൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ ജെറിക്ക് പിന്നാലെ പോവുകയാ. ജെറി പോകുന്നതോ അവരുടെ ഫാമിലേക്കാണ്. മാത്രമല്ല ഫാമിനടുത്തായിട്ട് ചെറിയൊരു വീട് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെയാണ് ഡേവിഡിന്റെ കുറെ ഫയലുകളും കാര്യങ്ങളും ഡേവിഡിന്റെ കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. ആ ഒരു വീടിനെ ലക്ഷ്യമാക്കിയാണ് ജെറി പോകുന്നത്. അത് മനസ്സിലാക്കിയ റോസ്ലിനാണെങ്കിൽ ജെറി നടന്നു പോകുന്നതെല്ലാം അവളുടെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നുമുണ്ട്. എന്നാൽ ജെറി ചെന്നിരിക്കുന്നത് അവരുടെ കൊച്ചു വീടിനുള്ളിലേക്കാണ്. അവിടുത്തെ ബ്യൂറോ എല്ലാം അവൻ പരിശോധിക്കുന്നു. അതെല്ലാം റോസ്ലിൻ വീഡിയോ എടുക്കുകയാ. എന്നാൽ ഒരു ഘട്ടത്തിൽ ജെറിയെ കാണുന്നില്ല. ഇയാളിത് എവിടെ പോയി എന്ന് അവൾ ചിന്തിച്ചു നിൽക്കുന്ന സമയം അവളുടെ പിന്നിൽ തന്നെ ജെറി വന്ന് നിൽക്കുകയാ. ജെറി ഉടനെ തന്നെ അവളെ അറ്റാക്ക് ചെയ്യുകയും അവളുടെ മുഖത്ത് ഒരു സ്പ്രേ അടിക്കുകയും ചെയ്തു. അതോടുകൂടി റോസ്ലിന്റെ ബോധം പോയി. അടുത്ത ദിവസം അവൾ ഉറക്കമുണരുന്നത് അവളുടെ ബെഡിൽ തന്നെയാണ്. ഇന്നലെ ഞാൻ കണ്ടത് സ്വപ്നമായിരിക്കുമോ? ഇന്നലെ എന്താ സംഭവിച്ചത് എന്നൊക്കെ അവൾ ചിന്തിക്കും. അല്ല, അത് സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ നടന്നതാണെന്നൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. അവൾ ഉടനെ തന്നെ വെപ്രാളപ്പെട്ട് അവളുടെ അമ്മയ്ക്കടുത്തേക്ക് വരികയാ. എന്നാൽ അമ്മ ചോദിക്കുന്നത്, നീ എന്താ ഇത്രയും നേരം കിടന്നുറങ്ങിയത്? നിനക്ക് എന്തു പറ്റിയെന്ന് അവളോട് ചോദിക്കും. അവൾ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറയും. അതെങ്ങനെ നടക്കാനാ? താക്കോലെല്ലാം എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ ചെറിയൊരു മേശ തുറക്കുന്നു. അതിനുള്ളിലായിട്ടാണ് താക്കോൽ ഉണ്ടായിരുന്നതും. ദേ, എന്റെ കയ്യിൽ താക്കോലിരിക്കുകയല്ലേ, പിന്നെങ്ങനെയാ അവൻ ആ ഒരു വീടിനുള്ളിലേക്ക് കടന്നത്? നിനക്കവൻ വന്നതേ ഇഷ്ടമായില്ല. നിന്റെ ചേട്ടന്റെ റൂമിൽ അവനെ താമസിപ്പിച്ചതും നിനക്കൊട്ടും ഇഷ്ടമായില്ല. അതല്ലേ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും അച്ഛനും അമ്മയും പറയുന്നു. താൻ പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് റോസ്ലിന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലല്ലോ, എങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ നേരെ ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് വരുന്നു. ഇതിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കാണിക്കാൻ നോക്കുന്ന സമയത്തോ അതിൽ വീഡിയോ ഒന്നുമില്ലായിരുന്നു. അത് കണ്ടവൾ ഷോക്കായി പോകും. എന്നെ മയക്കിയ സമയത്ത് അയാൾ തന്നെയായിരിക്കാം ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതെന്നും റോസ്ലിൻ പറയുന്നു. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ അയാളെ ഫോളോ ചെയ്ത് പോയ സമയത്ത് ഞാൻ വന്നു വീണ് എന്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിരുന്നു. ദേ നോക്ക്, ഈ മുറിവ് അങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കും. അത് കാണുന്ന ശോഭന പറയുന്നത്, നീ സൈക്കിളിൽ നിന്ന് വീണപ്പോൾ നിന്റെ കയ്യിലുണ്ടായ മുറിവല്ലേ ഇത്? ഇതെല്ലാം നിന്റെ വെറും തോന്നലാണെന്നും ശോഭന പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന റോസ്ലിനാണെങ്കിൽ തന്റെ റൂമിലേക്ക് വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അവൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്നോർത്ത് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അവിടെ ഉണ്ടായിരുന്ന ബുക്കുകളെല്ലാം അവൾ വാരി വലിച്ച് ദൂരേക്കെറിയും. അതേ സമയത്തായിരുന്നു അവളുടെ അച്ഛനും അമ്മയും വേലക്കാരുമൊക്കെ അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട റോസ്ലിൻ എന്ത് സംഭവിച്ചു എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് താഴേക്ക് വരും. റോസ്ലിനെ കാണുന്ന അച്ഛനും അമ്മയും, വേണ്ട, നീ ഇവിടേക്ക് വരരുതെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ റോസ്ലിൻ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാനായി എത്തുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച റോസ്ലിന്റെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി ചത്തു കിടക്കുന്നതാണ്. അത് കണ്ട് അവൾ ആകെ തകർന്നു പോകുന്നു. അവൾ പറയുന്നത് ഇതിനു പിന്നിൽ ആ ജെറി തന്നെയാണെന്നാണ്. കാരണം റോസ്ലിൻ എവിടെ പോയാലും അവളുടെ പൂച്ചക്കുട്ടി അവളെ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഇന്നലെ രാത്രിയും തന്റെ പൂച്ചക്കുട്ടി തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാകാം. അപ്പോഴായിരിക്കാം ജെറി അവനെ കൊന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാണ് റോസ്ലിൻ കരയുന്നതും. അതോടുകൂടി മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ അവിടെ അവസാനിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 എപ്പിസോഡിന്റെ കഥയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ബാക്കി 3 എപ്പിസോഡിന്റെ കഥ അടുത്ത പാർട്ടിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.